നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ സ്വന്തം രമണനുമായിട്ടുള്ള സംഭാഷണമായിരുന്നു കഴിഞ്ഞ ദിവസം. രമണൻ തൻ്റെ മകനെയും കൂടി സിനിമയിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ഹരിശ്രീ അശോകൻ്റെ ജീവിതരേഖയിലൂടെ JB ജംഗ്ഷൻ പ്രയാണം നടത്തുന്നു. ഇന്നത്തെ സിനിമാ ലോകം അശോകനെ ചെറുത് പഠിപ്പിച്ചോ? അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പഠിക്കും. അതിപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ സത്യസന്ധമാണെങ്കിൽ അത് പഠിക്കും. എന്താ കാരണം, ഒരുപാട് ആൾക്കാർ അശോകൻ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പഠിപ്പിച്ച ഒരാൾക്കാരുടെ കാര്യം പറയാം. വരട്ടെ. ചേട്ടാ നമസ്കാരം. ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ മനസ്സിൽ തട്ടി ആ ഒരു ബന്ധം ഫീൽ ചെയ്യുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒരാൾ ചേട്ടൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അശോകൻ ചേട്ടൻ എന്നെ എപ്പോൾ കണ്ടാലും പേര് വിളിക്കാറില്ല, എടാ എന്ന് വിളിക്കാറുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പണ്ട് മാനത്തക്കൊട്ടാരം ചെയ്തിരുന്ന സമയത്ത് ഇന്ദ്രൻ ചേട്ടനുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്, ദിലീപുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള വണ്ണത്തിന് നിങ്ങൾക്ക് ടെൻഷനില്ല. ഞാൻ ദിലീപും വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് അകത്ത് സ്വെറ്ററൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഷർട്ട് ഇടുന്നൊരു സമയം ഓർമ്മയുണ്ടാകും. അപ്പോൾ വണ്ണം വയ്ക്കാൻ എന്താണ് ചേട്ടാ മാർഗമെന്ന് ദിലീപ് ചോദിച്ചപ്പോൾ ചേട്ടനൊരു മറുപടി പറഞ്ഞിരുന്നു, ഒരു ഉപദേശം. ആ ഉപദേശം നമ്മളുടെ ഇടയിൽ വളരെ പോപ്പുലറാണ്. അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ലേ? ദിലീപിനിട്ട് കൊടുത്ത പണിയെക്കുറിച്ചാണ്. നാദൃശ്യക്ക് ദിലീപിനോട് നല്ലൊരു സൗഹൃദമുണ്ട് ഇപ്പോഴും. അല്ല, ഞാനുണ്ട്. കാരണം വെച്ചാൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നാദൃശ എന്നെ വിളിക്കും. അവൻ ചെയ്യുന്ന സിനിമയിലോ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേട്ടാ ഇങ്ങനെ, അതുപോലെ അവൻ്റെ ഷോസൊക്കെ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചേട്ടാ വരോ, ഞങ്ങളിങ്ങനെ പുറത്ത് അല്ലെങ്കിൽ ഇവിടെ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കും. ഇപ്പം ഞാൻ ഇതിൽ തന്നെ ഒരു എൻ്റെ ഷോയിൽ തന്നെ അത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിലൊരു പാട്ട് എഴുതി ട്യൂൺ ചെയ്ത നാദൃശയാണ്, കൊച്ചിയെ കുറിച്ചിട്ട്. ഈ നാദൃശയുടെ ദിലീപിൻ്റെ കഥ, ദിലീപിനെ തടിവെക്കാൻ നൽകിയിട്ടുള്ള അശോകൻ്റെ ഉപദേശം നിങ്ങളുടെ സർക്കിൾസിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരുപക്ഷെ ആ ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഈ പിള്ളേർ ആരെങ്കിലും വേണമെങ്കിൽ തടിവെപ്പിച്ചോട്ടെ വേണമെങ്കിൽ. ഇതിലിപ്പോൾ ആരും തടി വെക്കാനൊന്നുമില്ല. ഇല്ല, തടി വെക്കാനുള്ളത് അവർ വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അന്ന് ദിലീപിന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കുറച്ച് ശരീരം വേണം. അതെ, അന്ന് ആ കോലം കണ്ടല്ലോ. അതെ, സിനിമ അന്നും നല്ല എയിം ഉണ്ടായിരുന്നു പുള്ളിക്ക്. അങ്ങനെ ദിലീപ് ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞ്, ചേട്ടാ എനിക്കിത് തടി വെക്കണം ചേട്ടാ, എന്താ അതിനൊരു മാർഗം എന്ന് പറഞ്ഞു. ഞാൻ നിസ്സാര പണിയല്ലേ, എന്താണ്, എടപ്പാളൊരു തങ്ങളുണ്ട്, ആ തങ്ങളെ വിളിച്ചിട്ട്, അവൻ ദേശത്താണ് താമസിക്കുന്നത് ഇവൻ, അവൻ്റെ വീടിൻ്റെ അടുത്തൊരു ചായപ്പോലും ഉണ്ടാക്കിയിട്ട് ആ തങ്ങൾ വരും. 41 ദിവസം അയാൾക്ക് അവിടെ താമസിക്കണം. ഈ തങ്ങൾ വരുമ്പോൾ ഒരു ആടിനെ കൊണ്ടുവരും, കൊച്ചാടിന്. ഈ ആടിന് 41 ദിവസം 21 പച്ചമരുന്ന് ഇടിച്ച് നെല്ലിൽ കൊടുത്ത് തീറ്റിച്ചിട്ട് 41ാമത്തെ ദിവസം ഇത് ബിസ്മി ചൊല്ലി, നീ വ്രതത്തിലായിരിക്കണം നിൻ്റേതായ രീതിയിൽ. 41ാമത്തെ ദിവസം ഇതിനെ ബിസ്മി ചൊല്ലി ഇതിനെ മുറിക്കും. പുറത്താരും അറിയരുത്, വളരെ സീക്രട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ തോല് ഉരിഞ്ഞ് മാറ്റി ഇതിൻ്റെ ഈ ആടിൻ്റെ തൊടയുടെ ഇറച്ചി ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കും. എന്നിട്ട് അത് ഉണക്കിയിട്ട് നിനക്ക് എപ്പോൾ തടി വേണമെന്ന് വെച്ചാൽ അതിങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഒരു ബനിയൻ ഇട്ടാൽ മതി, ഓക്കെ ഇരിക്കും എന്ന് പറഞ്ഞു. അവനല്ലേ വളരെ ഇതൊന്നല്ല, ഇതിൻ്റെ വിവരണം കൂടുതലുണ്ട്. പക്ഷേ അവസാന സ്റ്റേജ് വരെ ദിലീപ് വളരെയധികം താല്പര്യത്തോടെ ശ്രദ്ധിച്ചു. അതിൻ്റെ ബിൽഡപ്പ് അതായിരുന്നു. അതിങ്ങനെ വന്നിട്ട് വ്രതം എടുക്കുമ്പോൾ 21 പച്ചമരുന്ന് ചിലപ്പോൾ ഇവിടെ കിട്ടില്ലായിരിക്കും. പക്ഷേ എങ്കിൽ തന്നെ കിട്ടാത്ത പച്ചമരുന്ന് എവിടെ കിട്ടും നേരത്തെ കണ്ടുപിടിക്കണം. കാരണം അത് പച്ചമരുന്ന് കടയിൽ തന്നെ എല്ലാം കിട്ടാൻ ചാൻസ് ഇല്ല. കുറുന്തോട്ടി ഒക്കെ സാധനം നമുക്ക് ഇവിടുന്ന് പറിച്ചെടുക്കാം, അല്ലാത്തൊക്കെ ഇവിടെ കിട്ടുള്ളൂ. അങ്ങനെ കുറേ സാധനങ്ങൾ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഇവനത് വിശ്വസിച്ചു. അതെടുത്ത് പിന്നെ ഇത് വേറെ, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേറെ ആരും അറിയരുത്, വളരെ സീക്രട്ടാണ്. ഇതിലൂടെ ഭക്ഷണം ഒന്നും വേണ്ട, ഇത് നീ കണ്ടോ അവസാനം ഇത് ഉണ്ടാക്കുന്ന കണ്ടോ എന്നിട്ട് അവസാനം ഇതിങ്ങനെ മുറിച്ച് ഉണക്കി ഇവിടെ വെച്ച് കെട്ടിയിട്ട് ബനിയൻ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഷർട്ടിട്ടാൽ മതി എന്നപ്പോൾ എന്നെ ഇടിക്കാൻ പഠിച്ചിട്ട്. പക്ഷെ ദിലീപ് അന്നത്തെ കാലഘട്ടത്തിൽ അല്പം തടി വെക്കാൻ വേണ്ടി സെറ്ററൊക്കെ ഇട്ട് നടക്കുന്ന ആളായിരുന്നല്ലേ, ഷർട്ടിൻ്റെ ഉള്ളിൽ സെറ്റൊക്കെ ഇട്ടുണ്ട്. ദിലീപുമായിട്ടുള്ള അശോകൻ്റെ ഒരു കോമ്പിനേഷൻ മലയാള സിനിമയിൽ ഒരുപക്ഷെ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിരുന്നു. നല്ല ഒരുപാട് കോമ്പിനേഷൻസ്. ഗംഭീര സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു, ഉഗ്രൻ സ്ക്രീൻ പ്ലേ, ഉഗ്രൻ സീൻ ഓർഡർ, ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് എല്ലാം ഉണ്ടല്ലോ. ഒരു മലയാള സിനിമയിൽ എക്സ്പെഷ്യലി വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടായില്ലേ. ആ സിനിമയെക്കുറിച്ച് ഒരാൾ പറയുന്നു, നോക്കട്ടെ. ഹരിശ്രീ അശോകൻ്റെ പേര് ഒരിക്കലും ഒരാൾ മാറ്റിയിട്ടുണ്ട്. അശോകൻ അത് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. പഞ്ചാബി ഹൗസിൻ്റെ ഷൂട്ടിംഗ് വേളയിലാണ് അവിടെ ഹനീഫിക്കയും അശോകനുമായിട്ടുള്ള ഒരു രംഗം എടുക്കുന്നതിനിടയിൽ അശോകൻ ഹനീഫിക്കയെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. കെട്ടിപ്പിടിച്ച് ഉരുളയോ മറ്റോ ചെയ്യുന്നു. അപ്പോൾ അശോകനൊന്ന് മുടി ചെറുതായിട്ട് കൊഴിഞ്ഞു വരുന്ന സമയമാണ്. അപ്പോൾ ഈ കൊഴിച്ചൽ പുറത്ത് അറിയാതിരിക്കാൻ കുറച്ച് ഒരു കറുത്ത
എന്തോ സാധനം പുരട്ടും തലയിൽ, ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, തിക്നെസ് കുറഞ്ഞത് അറിയാതിരിക്കാൻ വേണ്ടി. ഇത് മുഴുവൻ ഹനീഫിക്കയുടെ ദേഹത്തായി, ആ കറുത്ത കളറിലുള്ള സാധനങ്ങൾ. ഉടനെ ഹനീഫിക്ക പറഞ്ഞു, നീ ഹരിശ്രീ അശോകനല്ലടാ, കരിശ്രീ അശോകനാണ്. അതിനുശേഷം പിന്നെ എടപ്പാളിൽ തങ്ങൾ നൽകിയ മരുന്ന് ഉപയോഗിച്ചിട്ടല്ലേ ഇപ്പം മുടി വളർത്തിയത്? ഇത് മുടിയല്ല, ഇത് ഇതല്ല, വിഗാണ്. വിഗാണോ? അറിയുന്നില്ലല്ലോ, അതാണ് എൻ്റെ കഴിവ്. നമ്മൾ എന്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാലും അത് അറിയില്ല. ഞാൻ വിചാരിച്ച എടപ്പാളിലെ തങ്ങളുടെ മരുന്ന് വല്ലതും കഴിച്ചിട്ട് ഇല്ലില്ല, ഇങ്ങനെ ആയതാണ്. ഇതൊക്കെ വിഗ് വെക്കുന്നത്. ഇതൊക്കെ ടോപ്പ് ടീമാണ് സിനിമയിലുള്ള പലരും. ഇതും ടോപ്പാണ്.